അള്ളാഹ്ക്ക് മുൻതഖിം എന്ന പേരുണ്ടോ? അള്ളാഹ്ക്ക് കുറേ പേരുകളുണ്ട്. ഇവിടെ എന്താ അള്ളാഹു തന്നെ കുറിച്ച് പറഞ്ഞത്? ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അള്ളാഹു മുജ്രിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരോട് മുൻതഖിമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവരിൽ നിന്ന് അള്ളാഹു വാങ്ങിയിട്ട് അള്ളാഹു അവരെ ശിക്ഷിക്കും എന്നാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇന്തിഖാം എന്നുള്ള വിശേഷണം എന്താണ്? സ്തുത്യർഹമായ വിശേഷണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ വിശേഷണങ്ങളും സ്തുത്യർഹമാണ്. പക്ഷേ ഈ ഇൻതഖമ എന്നുള്ള ക്രിയയും മുൻതഖിം എന്നുള്ള പേരും രണ്ട് സ്വഭാവങ്ങളെ വഹിക്കും. അതിന് രണ്ട് പ്രത്യേകത ഉണ്ട്. ചിലപ്പോൾ അത് സ്തുത്യർഹമായിരിക്കും, ചിലപ്പോൾ അത് സ്തുത്യർഹമായിക്കൊള്ളുന്നില്ല, ആക്ഷേപാർഹമായിരിക്കും. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഇങ്ങനെ രണ്ട് നിലക്ക് ഈ ഒരു സ്വഭാവത്തെ കാണുന്നത് കാരണത്താൽ ഇത്തരം പ്രവൃത്തികൾ അള്ളാഹ്ക്ക് സ്ഥിരീകരിക്കുമെന്നുള്ളതല്ലാതെ അത്തരം പ്രവൃത്തികളിൽ നിന്ന് അള്ളാഹ്ക്ക് പേരിനെ സ്വീകരിക്കൂല. ഇപ്പോൾ അള്ളാഹ്ക്ക് എന്തില്ല? മുൻതഖിം എന്ന പേരില്ല, മുൻതഖിം എന്നുള്ള പേരില്ല. പക്ഷേ ഇന്തിഖാം എന്നുള്ള വിശേഷണം അള്ളാഹ്ക്കുണ്ട്, മുൻതഖിം എന്നുള്ളതായ വിശേഷണം അള്ളാഹ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യന്മാർ പ്രതികാരം വെച്ചെടുക്കുന്ന പോലെ പ്രതികാരം വെച്ചെടുക്കുന്നവനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. തആല അള്ളാഹ് ആ സ്വഭാവമല്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ശിക്ഷ അർഹിക്കുന്നവരെ അവർക്കുള്ള നിഅമത്ത് അവരിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ട് അള്ളാഹു അവരെ ശിക്ഷിക്കും. അപ്പോൾ ഈ ഒരു വിശേഷണം അള്ളാഹ്ക്കുണ്ട്, പക്ഷേ മുൻതഖിം എന്നുള്ള പേര് അള്ളാഹുവിനില്ല. അതെല്ലാത്തിലും അങ്ങനെയാണ്. എല്ലാ പേരുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഒരു പേര് ഇപ്പം അള്ളാഹ്ക്ക് മക്ർ എന്നുള്ള വിശേഷണമുണ്ട്. എന്താ മക്ർ? മക്ർ എന്താ? തന്ത്രം. തന്ത്രം ചില സ്ഥലത്ത് എന്താണ്? മദ്ഹാണ്, ചില സ്ഥലത്ത് അത് ദമ്മാണ്. അപ്പം നമ്മൾ ചില സ്ഥലത്ത് മക്ർ കാണിക്കുന്നത് ചിലപ്പോൾ എന്താണ്? നല്ലതാണ്. കാരണം എന്താ? മക്ർ പ്രയോഗിക്കേണ്ടടുത്ത് മക്ർ പ്രയോഗിച്ചാൽ നല്ലതാണ്. പക്ഷേ മക്ർ എല്ലായിടത്തും മക്ർ നല്ലതായിക്കൊള്ളുന്നില്ല. പലപ്പോഴും അത് ആക്ഷേപാർഹമായ പ്രവൃത്തിയാണ്. കാരണം എന്താ? ചതി പ്രയോഗമാണ് അതിലുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മക്ർ എന്നുള്ള വിശേഷണം അള്ളാഹ്ക്കുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ർ ചെയ്ത് ചതി നടത്തുന്നവരെ മക്ർ കൊണ്ട് എന്ത് ചെയ്യും? അള്ളാഹു ശിക്ഷിക്കും എന്നുള്ളതാണ്. പക്ഷേ മക്ർ എന്നുള്ളതായി ഈ ഒരു വിശേഷണത്തിന് രണ്ട് വശമുണ്ട്. മദ്ഹാകുന്നതും ദമ്മാകുന്നതുമായ വശമുള്ളത് കാരണത്താൽ അത്തരം വിശേഷണങ്ങളിൽ നിന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ അള്ളാഹുവിന് പേര് സ്വീകരിച്ചിട്ടില്ല. അതൊരു തത്വമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് അൽ മാക്കിർ എന്ന് പേരില്ല, അള്ളാഹ്ക്ക് അൽ മുൻതഖിം എന്ന് പേരില്ല. ഇതേപോലെ കുറേ പേരുകൾ ഈ വിഷയത്തിൽ ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ച് കാണാൻ സാധിക്കും. ഏതൊരു വിശേഷണമാണോ അതിന് ഇതേപോലെ മദ്ഹിൻ്റെയും ദമ്മിൻ്റെയും വശങ്ങളുള്ളത്, ആക്ഷേപർഹമായ ഒരു വശം, അതേപോലെ സ്തുത്യർഹമായ ഒരു വശം, അങ്ങനെയുള്ള വശങ്ങളുള്ള വിശേഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിന് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടില്ല? പേര് സ്വീകരിച്ചിട്ടില്ല.